ഹായ് ഹലോ കുട്ടികളെ, എല്ലാവർക്കും ഫിറ്റ്നസ് ബോക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 5ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിൻ്റെ സെക്കൻഡ് യൂണിറ്റാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ യൂണിറ്റിൻ്റെ പേര് ദ വിങ്സ് ഓഫ് ഡ്രീംസ്. എന്താണ് വിങ്സ്? വിങ്സ് എന്ന് പറഞ്ഞാൽ ചിറകുകൾ അല്ലേ. ഡ്രീംസ് എന്ന് പറഞ്ഞാൽ സ്വപ്നങ്ങൾ. എന്താണ് സ്വപ്നങ്ങളുടെ ചിറകുകൾ? എന്താണ് സ്വപ്നങ്ങളുടെ ചിറകുകൾ? അതാണ് നമ്മുടെ യൂണിറ്റ്. നമുക്കിവിടെ ആദ്യം തന്നെ എന്താണ് ഒരു കോട്ട്സ് കാണാം. APJ അബ്ദുൽ കലാമിൻ്റെ കോട്ട്സ് ആണ്. എന്താണ്? ഡ്രീംസ് ട്രാൻസ്ഫോം ഇൻ തോട്ട്സ് ആൻഡ് തോട്ട്സ് റിസൾട്ട് ഇൻ ആക്ഷൻ. എന്താണ് അതിൻ്റെ മീനിങ്? സ്വപ്നങ്ങൾ ചിന്തകളായി മാറുന്നു. സ്വപ്നങ്ങൾ ചിന്തകളായി മാറുന്നു. ആൻഡ് തോട്ട്സ് റിസൾട്ട് ഇൻ ആക്ഷൻ. ചിന്തകൾ എന്താണ്? പ്രവൃത്തികളായി രൂപാന്തരപ്പെടുന്നു. ആരെഴുതിയതാണിത്? APJ അബ്ദുൽ കലാം എഴുതിയിട്ടുള്ള ഒരു കോട്ട്സ് ആണ്. നോക്കൂ, താഴെ 2 ചിത്രങ്ങൾ തന്നിട്ടുണ്ട് അല്ലേ. എന്താണ് ആ ചിത്രത്തിൽ കൊടുത്തിട്ടുള്ളത്? എന്താണ് കാണിക്കുന്നത്? 2 ട്രെയിനിൻ്റെ ചിത്രമാണ്. ഇൻ ദ പിക്ചേഴ്സ് ഗിവൺ എബോവ് യു ക്യാൻ സീ 2 ട്രെയിൻസ്. താഴെ കൊടുത്തിട്ടുള്ള ചിത്രത്തിൽ എന്താണ്? നിങ്ങൾക്ക് 2 ട്രെയിനുകൾ കാണാനായി സാധിക്കും. ആർ ദിസ് ട്രെയിൻസ് ഡിഫറെൻറ്റ് ഇൻ എനി വേ? ഹൗ ആർ ദി ഡിഫറെൻറ്റ്? ഈ ട്രെയിനുകൾ തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? എന്ത് വ്യത്യാസമാണ് ഉള്ളതെന്നാണ് ചോദിക്കുന്നത്. ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ എന്ത് വ്യത്യാസമാണ് നിങ്ങൾക്ക് ഈ ട്രെയിൻ കണ്ടിട്ട് തോന്നുന്നത്? There are definitely differences between these 2 trains. ഈ 2 ട്രെയിനുകൾ തമ്മിൽ എന്താണ്? തീർച്ചയായിട്ടും വ്യത്യാസങ്ങളുണ്ട് അല്ലേ. ഫസ്റ്റ് വൺ എന്താണ്? എൻജിൻ. The engine of the top train is an old steam engine. It runs on coal. The engine of the bottom train is a diesel or electric engine. മുകളിലുള്ള ട്രെയിനിൻ്റെ എൻജിൻ എന്താണ്? ഒരു പഴയ നീരാവി എൻജിനാണ്. ഇത് കൽക്കരിയിലാണ് പ്രവർത്തിക്കുന്നത്. താഴെയുള്ള ട്രെയിനിൻ്റെ എൻജിൻ ഒരു ഡീസൽ അല്ലെങ്കിൽ ഇലക്ട്രിക് എൻജിനാണ്. ഇനി അപ്പിയറൻസ് എങ്ങനെയാണ്? ദ ടോപ്പ് ട്രെയിൻ ഹാസ് ആൻ ഓൾഡ് ഫാഷൻ ലുക്ക്. ദ ബോട്ടം ട്രെയിൻ ലുക്സ് ലൈക്ക് എ മോഡേൺ വൺ. മുകളിലുള്ള ട്രെയിനിന് ഒരു പഴയ രീതിയിലുള്ള രൂപമാണുള്ളത് അല്ലേ. താഴെയുള്ള ട്രെയിനിന് ഒരു ആധുനികമായ, അതായത് ഒരു മോഡേൺ ആയിട്ടുള്ള ഒരു ലുക്കാണ് അതിനുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഹാവ് യു എവർ ട്രാവൽഡ് ബൈ ട്രെയിൻ? നിങ്ങൾ എപ്പോഴെങ്കിലും ട്രെയിനിൽ യാത്ര ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. ഓഫ് കോഴ്സ് അല്ലേ. നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്യാത്തവരായിട്ട് ആരുണ്ടാവില്ല അല്ലേ. എല്ലാവരും യാത്ര ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ. മക്കളെ, നിങ്ങൾക്ക് യാത്ര ചെയ്തിട്ടില്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് വാസ് യുവർ എക്സ്പീരിയൻസ് ഡ്യൂറിങ് യുവർ ട്രെയിൻ ജേർണി? എന്തായിരുന്നു നിങ്ങളുടെ തീവണ്ടി യാത്രയിൽ ഉള്ള നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് എന്താണെന്നാണ് ചോദിക്കുന്നത്. ഷെയർ ഇറ്റ് വിത്ത് യുവർ ഫ്രണ്ട്സ്. നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ എന്തൊക്കെ എക്സ്പീരിയൻസ് ആണ്? നിങ്ങൾക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടാവും അല്ലേ. ഫോർ എക്സാമ്പിൾ, ഐ റിയലി ലവ് ട്രെയിൻ ജേർണീസ്. എനിക്ക് എന്താണ്? ട്രെയിൻ യാത്രകൾ ശരിക്കും ഇഷ്ടമാണ്. വെൻ ഐ ലുക്ക് ഔട്ട് ദ വിൻഡോ, ഞാൻ ജനാലയിലൂടെ നോക്കുമ്പോൾ ഐ ക്യാൻ സീ ട്രീസ്, ഫീൽഡ്സ് ആൻഡ് റിവേഴ്സ്. എനിക്ക് മരങ്ങളും വയലുകളും നദികളും കാണാൻ കഴിയും. സംടൈംസ് ഇറ്റ് ഗെറ്റ്സ് ഡാർക്ക് വെൻ വി ഗോ ത്രൂ എ ടണൽ. ചില സമയങ്ങളിൽ എന്താ, ഒരു തുരങ്കത്തിലൂടെ പോകുമ്പോൾ ചിലപ്പോൾ ഇരുട്ടാകും. ഇറ്റ്സ് ഫൺ ടു പ്ലേ ആൻഡ് ലാഫ് വിത്ത് ഫ്രണ്ട്സ്. സുഹൃത്തുക്കളോടൊപ്പം, ഫ്രണ്ട്സിനോടൊപ്പം കളിക്കാനും ചിരിക്കാനും എന്താണ്, വളരെ ഫണ്ണാണ് അല്ലേ, രസകരമാണ്. ഇറ്റ്സ് ആൾസോ ഇൻട്രസ്റ്റിംഗ് ടു വാച്ച് പീപ്പിൾ ഗെറ്റിംഗ് ഓൺ ആൻഡ് ഓഫ് ദി ട്രെയിൻ അറ്റ് ഈച്ച് സ്റ്റേഷൻ. ഓരോ സ്റ്റേഷനിൽ ആളുകൾ ട്രെയിനിൽ കയറുന്നതും ഇറങ്ങുന്നതും കാണാൻ എന്താണ്, രസകരമാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവുമല്ലോ അല്ലേ. അത് നിങ്ങൾ ക്ലാസ്സിൽ പറയട്ടെ, നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ഷെയർ ചെയ്യുക. ഇനി നമുക്ക് നമ്മുടെ ചാപ്റ്ററിലേക്ക് കിടക്കാം. ചാപ്റ്ററിൻ്റെ പേരെന്താണ്? ദ ലിറ്റിൽ എൻജിൻ ദാറ്റ് കുഡ്. എന്താണ്? ലിറ്റിൽ എന്ന് പറഞ്ഞാൽ ചെറിയ അല്ലേ, ചെറിയ എൻജിൻ, ചെറിയൊരു തീവണ്ടി. എങ്ങനെയുള്ള? കഴിവുള്ള ചെറിയൊരു തീവണ്ടി. അതാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് കേട്ടോ. നൗ റീഡ് അബൌട്ട് ദ ജേർണി ഓഫ് എ ലിറ്റിൽ ട്രെയിൻ. നമുക്കിനി എന്ത് വായിക്കാമെന്നാണ് പറയുന്നത്? ഒരു ലിറ്റിൽ ട്രെയിനിൻ്റെ ജേർണി, ഒരു ചെറിയ തീവണ്ടിയുടെ ജേർണിയെക്കുറിച്ചാണ് നമ്മൾ വായിക്കാനായിട്ട് പോകുന്നത്. The little train ran along the tracks. She was a happy little train. Her cars were full of good things for boys and girls.
There were all kinds of toy animals: giraffes with long necks, teddy bears with no necks, and even a baby elephant. There were all kinds of dolls too: dolls with blue eyes and yellow hair, dolls with brown eyes and brown hair, and the funniest toy clown you ever saw. There were toy tracks, airplanes, and boats. There were picture books, games, and drums to play. എന്താ പറയുന്നത്? ദ ലിറ്റിൽ ട്രെയിൻ റാൻ അലോങ് ദ ട്രാക്സ്. എന്തായിരുന്നു? ഒരു ചെറിയ തീവണ്ടി റെയിൽ പാളത്തിലൂടെ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഷി വാസ് എ ഹാപ്പി ലിറ്റിൽ ട്രെയിൻ. അതെങ്ങനെയായിരുന്നു? അതൊരു സന്തോഷമുള്ള ചെറിയൊരു തീവണ്ടിയായിരുന്നു അല്ലേ? ഹർ കാൾസ് വെർ ഫുൾ ഓഫ് ഗുഡ് തിങ്സ് ഫോർ ബോയ്സ് ആൻഡ് ഗേൾസ്. അതിൻ്റെ ബോഗികളിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള എന്താണ്, എങ്ങനെയുള്ള കുട്ടികൾക്ക്, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള എന്തായിരുന്നു, നല്ല സാധനങ്ങൾ, നിറയെ നല്ല സാധനങ്ങൾ ഉണ്ടായിരുന്നു. There were all kinds of toy animals. അവ എങ്ങനെയുള്ളതായിരുന്നു? ടോയ് എന്താണ്, കൈൻഡ്സ് ഓഫ് ടോയ് അനിമൽസ്, മൃഗങ്ങളുടെ ഒരു ടോയ്സുകളായിരുന്നു അല്ലേ അതിലുണ്ടായിരുന്നത്. ജിറാഫ്സ് വിത്ത് ലോങ് നെക്സ്. എന്തൊക്കെയായിരുന്നു? നീളമുള്ള കഴുത്തുകളുള്ള ജിറാഫുകൾ. ടെഡി ബെയേഴ്സ് വിത്ത് നോ നെക്സ്. കഴുത്തില്ലാത്ത ടെഡി ബെയറുകൾ. പിന്നെയോ ആൻഡ് ഈവൻ എ ബേബി എലഫൻറ്റ്. ഒരു കുട്ടിയാന അല്ലെ, ഒരു കുട്ടിയാന ഉണ്ടായിരുന്നു. എന്നിവയെല്ലാം ഉൾപ്പെടുന്ന പലതരം കളിപ്പാട്ട മൃഗങ്ങളായിരുന്നു അതിലുണ്ടായിരുന്നത് അല്ലേ. There were all kinds of dolls too. എന്തായിരുന്നു? ഇതിൽ പലതരത്തിലുള്ള പാവകൾ ഉണ്ടായിരുന്നു. എങ്ങനെയുള്ളതായിരുന്നു? ഡോൾസ് വിത്ത് ബ്ലൂ ഐസ് ആൻഡ് യെല്ലോ ഹെയർ. അതുപോലെ തന്നെ ഡോൾസ് വിത്ത് ബ്രൗൺ ഐസ് ആൻഡ് ബ്രൗൺ ഹെയർ അല്ലേ. നീല കണ്ണുകളും മഞ്ഞ മുടിയുമുള്ള പാവകൾ, അതുപോലെ തന്നെ തവിട്ട് കണ്ണുകളും തവിട്ട് മുടിയുമുള്ള പാവകളുണ്ട്. പിന്നെന്തൊക്കെയാണ്? പിന്നെ ആൻഡ് ദ ഫണ്ണിയസ്റ്റ് ടോയ് ക്ലോൺ യു എവർ സോ. നിങ്ങൾ കണ്ടിട്ടുള്ള വെച്ചിട്ട് ഏറ്റവും രസമുള്ള കോമാളിയുടെ കളിപ്പാട്ടം വരെ ഉണ്ടായിരുന്നു അല്ലേ. അത്രയും ടോയ്സുകൾ അതിലുണ്ട്. There were toy trucks, airplanes and boats. എന്താണ്? കളിപ്പാട്ട ട്രക്കുകളും വിമാനങ്ങളും ബോട്ടുകളൊക്കെ അതിലുണ്ടായിരുന്നു. There were picture books, games and drums to play. ചിത്രകഥാ പുസ്തകങ്ങളും കളിക്കാനുള്ള കളികൾ, ചെണ്ടകൾ എന്നിവയൊക്കെ അതിലുണ്ടായിരുന്നു. The little train carried every kind of toy that boys or girls would play with. But that was not all. The little train carried good things to eat too: big round oranges, fat red apples, long yellow bananas, fresh cold milk, and lollipops to eat after dinner. എന്താ പറയുന്നത്? The little train carried every kind of ടോയ് ദാറ്റ് ബോയ്സ് ഓർ ഗേൾസ് വുഡ് പ്ലേ വിത്ത് അല്ലേ. ആൺകുട്ടികളും പെൺകുട്ടികളും കളിക്കാൻ ഉപയോഗിക്കുന്ന എല്ലാ തരം കളിപ്പാട്ടങ്ങളും എന്താണ്, ലിറ്റിൽ ട്രെയിനിൽ ഉണ്ടായിരുന്നു അല്ലേ. ബട്ട് ദാറ്റ് വാസ് നോട്ട് ഓൾ. എന്നാൽ അത് മാത്രമായിരുന്നു അതിലുണ്ടായിരുന്നത് അല്ല. ദ ലിറ്റിൽ ട്രെയിൻ ക്യാരിഡ് ഗുഡ് തിങ്സ് ടു ഈറ്റ് ടു. എന്തായിരുന്നു? എന്നാൽ അത് മാത്രമല്ല, കഴിക്കാൻ നല്ല വസ്തുക്കളും ലിറ്റിൽ ട്രെയിനിൽ ഉണ്ടായിരുന്നു. ആ ചെറിയൊരു ട്രെയിനിൽ കഴിക്കാനുള്ള നല്ല വസ്തുക്കളും ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. എന്തൊക്കെയായിരുന്നു? ബിഗ് റൗണ്ട് ഓറഞ്ച്, വലുതും വൃത്താകൃതിയിൽ ഉള്ളതുമായിട്ടുള്ള ഓറഞ്ച് അല്ലേ. പിന്നെ ഫാറ്റ് റെഡ് ആപ്പിൾസ്, തടിച്ച് ചുവന്ന ആപ്പിള്. ലോങ് യെല്ലോ ബനാനാസ്, നീളമുള്ള മഞ്ഞ വാഴപ്പഴം, ബനാനാസ് അല്ലേ. ഫ്രഷ് കോൾഡ് മിൽക്ക് ആൻഡ് ലോലിപോപ്സ് ടു ഈറ്റ് ആഫ്റ്റർ ഡിന്നർ. അത്താഴത്തിന് ശേഷം കഴിക്കാൻ പുതിയതും തണുത്തതുമായ പാലും ലോലിപോപ്പുകളും. ഇതെല്ലാം എന്താണ്, ഒരു കുഞ്ഞു ട്രെയിനിൽ ഉണ്ടായിരുന്നു. ദ ലിറ്റിൽ ട്രെയിൻ വാസ് ടേക്കിംഗ് ഓൾ ദിസ് ഗുഡ് തിങ്സ് ടു ദ അതർ സൈഡ് ഓഫ് ദ മൗണ്ടെയിൻ. ആ ലിറ്റിൽ ട്രെയിന് ഈ നല്ല കാര്യങ്ങളെല്ലാം എവിടേക്കാണ് കൊണ്ടുപോയിരുന്നത്? മലയുടെ മറ്റൊരു സൈഡിലേക്കാണ് ഈ ട്രെയിൻ ഇതെല്ലാം കൂടെ ഇങ്ങനെ കൊണ്ടുപോയിരുന്നത്. ഹൗ ഹാപ്പി ദ ബോയ്സ് ആൻഡ് ഗേൾസ് വിൽ ബി ടു സീ മീ. എന്നെ കാണുമ്പോൾ എന്താണ്, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരുപാട് സന്തോഷമായിരിക്കും. സെയ്ഡ് ദ ലിറ്റിൽ ട്രെയിൻ. ലിറ്റിൽ ട്രെയിൻ അങ്ങനെ പറഞ്ഞു. ദേ വിൽ ലൈക്ക് ദ ടോയ്സ് ആൻഡ് ഗുഡ് ഫുഡ് ദാറ്റ് ഐ ആം ബ്രിങ്ങിങ്.
ഞാൻ കൊണ്ടുവരുന്ന കളിപ്പാട്ടങ്ങളും നല്ല ഭക്ഷണമൊക്കെ അവർക്ക് ഇഷ്ടപ്പെടും. ബട്ട് ഓൾ അറ്റ് വൺസ് ദ ട്രെയിൻ കെയിം ടു എ സ്റ്റോപ്പ്. ഷി കുഡ് നോട്ട് മൂവ് അറ്റ് ഓൾ. എന്നാൽ പെട്ടെന്ന് എന്താണ്, ട്രെയിൻ നിന്നു. അവൾക്ക് അനങ്ങാൻ പോലും കഴിഞ്ഞില്ല. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്താണ്, അതൊക്കെ ഇങ്ങനെ ചിന്തിച്ചിട്ട് ഈ ട്രെയിൻ പോകുന്ന സമയത്ത് പെട്ടെന്ന് ആ ട്രെയിന് നിന്നു. അവൾക്ക് പിന്നെന്താണ്, അവിടുന്ന് ഒരിക്കലും മൂവ് ചെയ്യാൻ കഴിയുന്നില്ല. വാട്ട് ഹാപ്പൻ ടു ദ ലിറ്റിൽ ട്രെയിൻ? എന്തായിരിക്കും ലിറ്റിൽ ട്രെയിന് സംഭവിച്ചിട്ടുണ്ടാവുക? വൈ ഡസ് ദ ലിറ്റിൽ ട്രെയിൻ ക്യാരി തിങ്സ് ടു ദ അതർ സൈഡ് ഓഫ് ദ മൗണ്ടൈൻ? ലിറ്റിൽ ട്രെയിൻ എന്തിനാണ് മലയുടെ ആ ഒരു മറുവശത്തേക്ക് സാധനങ്ങൾ കൊണ്ടുപോകുന്നത്? അല്ലേ? രണ്ട് ചോദ്യങ്ങൾ അവിടെ ചോദിച്ചിട്ടുള്ളത്. എന്തായിരിക്കും ലിറ്റിൽ ട്രെയിന് സംഭവിച്ചിട്ടുണ്ടാവുക, അതുപോലെ തന്നെ എന്തിനാണ് ആ ഒരു മലയുടെ മൗണ്ടൈൻ്റെ അതർ സൈഡിലേക്ക് സാധനങ്ങൾ കൊണ്ടുപോകുന്നത്, എന്തിനായിരിക്കും? നോക്കാം. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എന്തായിരിക്കും ലിറ്റിൽ ട്രെയിന് സംഭവിച്ചിട്ടുണ്ടാവുമെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ എന്തായിട്ടാണ്? ദ ട്രെയിൻ കെയിം ടു എ സ്റ്റോപ്പ്. ഷി കുഡ് നോട്ട് മൂവ്. ഹെർ വീൽസ് ജസ്റ്റ് വുഡ് നോട്ട് ടേൺ. എന്താണ്, ട്രെയിൻ നിന്നു അല്ലേ, അവൾക്ക് അനങ്ങാൻ കഴിഞ്ഞില്ല, അവളുടെ ചക്രങ്ങൾ തിരിക്കാൻ കഴിഞ്ഞില്ല. ഇനി എന്തായിരുന്നു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? എന്തിനു വേണ്ടിയിട്ടാണത് ആ ഒരു മൗണ്ടൈൻ്റെ അതർ സൈഡിലേക്ക് ഈ സാധനങ്ങളുമായിട്ട് ലിറ്റിൽ ട്രെയിൻ പോയിരുന്നതെന്നാണ് ചോദിക്കുന്നത്. എന്താണ്? ദ ലിറ്റിൽ ട്രെയിൻ ക്യാരിഡ് every kind of toy for boys and girls, and it carried good things to eat too. The little train carries things to the other side of the mountain to bring happiness to the boys and girls. എന്താണ്, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വേണ്ടിയുള്ള എല്ലാത്തരം കളിപ്പാട്ടങ്ങളും ലിറ്റിൽ ട്രെയിനിൽ ഉണ്ടായിരുന്നു. കഴിക്കാൻ നല്ല വസ്തുക്കളും അതിലുണ്ടായിരുന്നു. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും എന്താണ്, ഹാപ്പി ആവാൻ വേണ്ടി അല്ലേ, സന്തോഷം പകരാൻ ലിറ്റിൽ ട്രെയിൻ മലയുടെ മറുവശത്തേക്ക് സാധനങ്ങൾ കൊണ്ടുപോയി. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും സന്തോഷം പകരാൻ വേണ്ടിയിട്ടായിരുന്നു അല്ലേ ആ ഒരു മൗണ്ടൈൻ്റെ അതർ സൈഡിലേക്ക് ഈ സാധനങ്ങളൊക്കെ കൊണ്ടുപോയിരുന്നത്. ഓ ഡിയർ, said the little train. What can be the matter? She tried to start up again. She tried and tried, but her wheels just would not turn. We can help, said the toy animals. The clown and the animals climbed out of their cars. They tried to push the little train, but she could not move. We can help too, said the dolls, and they got out and tried to push. Still, the little train did not move. The toys and dolls did not know what to do. എന്താ പറയുന്നത്? ഓ ഡിയർ, സെയ്ഡ് ദ ലിറ്റിൽ ട്രെയിൻ. എന്താ പറയുന്നത്? ഓ പ്രിയേ, ലിറ്റിൽ ട്രെയിൻ പറഞ്ഞു. ഒരു ചെറിയ തീവണ്ടി അവളോട് തന്നെ പറയാണ്, ഓ ഡിയർ, എന്തായിരിക്കും കാര്യം? വാട്ട് ക്യാൻ ബി ദ മാറ്റർ? എന്തായിരിക്കും കാര്യം? ഷീ ട്രൈഡ് ടു സ്റ്റാർട്ട് അപ്പ് അഗെയിൻ. അവൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിച്ചു. ഷീ ട്രൈഡ് ആൻഡ് ട്രൈഡ്. അവൾ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ബട്ട് ഹെർ വീൽസ് ജസ്റ്റ് വുഡ് നോട്ട് ടേൺ. പക്ഷെ അവളുടെ ചക്രങ്ങൾ കറങ്ങിയില്ല. വി ക്യാൻ ഹെൽപ്പ്, സെയ്ഡ് ദ ടോയ് ആനിമൽസ്. നമുക്ക് സഹായിക്കാം. ആരാ പറയുന്നത്? ടോയ് ആനിമൽസിലെ കളിപ്പാട്ട മൃഗങ്ങൾ പറഞ്ഞു നമുക്ക് സഹായിക്കാമെന്ന്. എന്നിട്ടോ, ദ ക്ലൗൺ ആൻഡ് ആനിമൽസ് ക്ലൈം ഔട്ട് ഓഫ് ദെയർ കാഴ്സ്. എന്താണ്, കോമാളിയും അതിലെ ഒരു ക്ലൗണില്ലേ, കോമാളിയും മൃഗങ്ങളും അവരുടെ ആ ഒരു കാറുകളിൽ നിന്ന്, അവരുടെ ആ ഒരു ബോഗികളിൽ നിന്ന് ഇറങ്ങി. ദ ട്രൈ ടു പുഷ് ദ ലിറ്റിൽ ട്രെയിൻ. അവരെന്താണ്, ലിറ്റിൽ ട്രെയിനെ തള്ളാനായിട്ട് ശ്രമിച്ചു. ബട്ട് ഷീ കുഡ് നോട്ട് മൂവ്. പക്ഷെ അവൾക്ക് അനങ്ങാൻ കഴിഞ്ഞില്ല. വി ക്യാൻ ഹെൽപ്പ് ടു, സെയ്ഡ് ദ ഡോൾസ്. നമുക്ക് സഹായിക്കാം. ആരാ പറയുന്നത്? പാവകൾ പറഞ്ഞു അല്ലേ. ആൻഡ് ദേ ഗോട്ട് ഔട്ട് ആൻഡ് ട്രൈ ടു പുഷ്. അവർ പുറത്തിറങ്ങിയിട്ട് അവരും എന്താണ്, തള്ളാനായിട്ട് ശ്രമിച്ചു. സ്റ്റിൽ ദ ലിറ്റിൽ ട്രെയിൻ ഡിഡ് നോട്ട് മൂവ്. എന്നിട്ട് എന്താണ്, ലിറ്റിൽ ട്രെയിനിന് മൂവ് ചെയ്യാൻ പറ്റിയില്ല, അനങ്ങാൻ പറ്റുന്നില്ല. ദ ടോയ്സ് ആൻഡ് ഡോൾസ് ഡിഡ് നോട്ട് നോ വാട്ട് ടു ഡു. എന്താണ്, കളിപ്പാട്ടങ്ങൾക്കും പാവകൾക്കും എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. ജസ്റ്റ് then a shiny new engine came puffing down another track. Maybe that engine can help us, cried the clown. He began to wave a red flag. The shiny new engine slowed down. The dolls and toys called out to him. Our engine is not working, they said. Please pull our train over the mountain. If you do not, the boys and girls will not have any toys or good food. എന്താണ്, just then a shiny new engine came puffing down
അനദർ ട്രാക്ക്. അപ്പോഴാണ് മറ്റൊരു ട്രാക്കിലൂടെ ഒരു ഷൈനി ന്യൂ എഞ്ചിൻ വന്ന് കയറിയത് അല്ലേ, ഒരു പുതിയൊരു തീവണ്ടി വന്ന് കയറിയത്. മേ ബി ദാറ്റ് എൻജിൻ ക്യാൻ ഹെൽപ്പ് അപ്സ്. ആ എൻജിന് നമ്മളെ സഹായിച്ചേക്കാം. ആരാ പറയുന്നത്? ഒരു ക്ലൗൺ ആണ്. ക്രൈഡ് ദ ക്ലൗൺ. ആ ഒരു കോമാളി നിലവിളിച്ചു. ഹി ബെഗൻ ടു വേവ് എ റെഡ് ഫ്ലാഗ്. അയാൾ ഒരു ചുവന്ന കൊടി വീശാൻ തുടങ്ങി. ദ ഷൈനി ന്യൂ എൻജിൻ സ്ലോ ഡൗൺ. ഷൈനി എൻജിൻ, ആ ഒരു പുതിയ എൻജിൻ എന്ത് ചെയ്തു? വേഗത കുറച്ചു. ദ ഡോൾസ് ആൻഡ് ടോയ്സ് കോൾഡ് ഔട്ട് ടു ഹിം. അവർ പറഞ്ഞു, ദയവായി എന്താണ് നമ്മുടെ നമ്മുടെ ഞങ്ങളുടെ എഞ്ചിന് പ്രവർത്തിക്കുന്നില്ല എന്ന് പറയുകയാണ് അവർ. ദേ സെയ്ഡ്, അവർ പറഞ്ഞു അല്ലേ, പ്ലീസ് പുൾ അവർ ട്രെയിൻ ഓവർ ദ മൗണ്ടൻ. ദയവായി നമ്മുടെ ട്രെയിന് മലകളുടെ മുകളിലൂടെ വലിക്കുക എന്നാണ് പറയുന്നത്. ഇഫ് യു ഡു നോട്ട്, ദ ബോയ്സ് ആൻഡ് ഗേൾസ് വിൽ നോട്ട് ഹാവ് എനി ടോയ്സ് ഓർ ഗുഡ് ഫുഡ്. അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ, നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ആ ബോയ്സും ഗേൾസും, ആൺകുട്ടികളും പെൺകുട്ടികൾക്കും എന്താണ്, കളിപ്പാട്ടങ്ങളോ നല്ല ഭക്ഷണമോ ഒന്നും ലഭിക്കില്ല. ആരോടാണ് പറയുന്നത്? അടുത്ത ട്രാക്കിലൂടെ പോകുന്ന ഒരു ന്യൂ എൻജിനോട് അല്ലേ, ദ ഷൈനി ന്യൂ എൻജിൻ, ആ ഒരു തിളക്കമുള്ള എന്താണ് പുതിയ എൻജിനോട്, പുതിയൊരു എൻജിനോട്, പുതിയൊരു ട്രെയിനിനോടാണ് അവർ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അവരെ ഹെൽപ്പ് ചെയ്യാൻ പറയുകയാണ്. അല്ലെങ്കിൽ ആ ഒരു കുട്ടികൾക്ക് ടോയ്സും ഫുഡൊന്നും ലഭിക്കില്ല എന്നാണ് അവർ പറയുന്നത്. വിൽ ദ ഷൈനി ന്യൂ എൻജിൻ ഹെൽപ്പ് ദ ലിറ്റിൽ ട്രെയിൻ? ആ ഒരു ഷൈനി ന്യൂ എൻജിൻ എന്താണ്, ലിറ്റിൽ ട്രെയിനിനെ ഹെൽപ്പ് ചെയ്യുമോ എന്നാണ് ചോദിക്കുന്നത്. ചെയ്യുമോ മക്കളെ? നമുക്ക് നോക്കാം അല്ലേ. ദ ഷൈനി ന്യൂ എൻജിൻ വാസ് എ ബിറ്റ് ഫ്രണ്ട്ലി. യു വാണ്ട് മീ ടു പുൾ യു? ഹി ആസ്ക്ഡ്. That is not what I do. I carry people. They sit in cars with soft seats. They look out of the windows. They eat in a nice dining car. They even sleep in a fine sleeping car. How dare you ask me? The shiny new engine went without another word. How sad were all the toys and dolls. എന്താണ് ഒരു എന്താണ് ഷൈനി ന്യൂ എൻജിൻ, ഒരു തിളക്കമുള്ള ഒരു എൻജിന് ഒരു കുറച്ചൊരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു എന്താണ് ഒരു എൻജിനായിരുന്നു അല്ല, ഒരു തീവണ്ടി ആയിരുന്നു. പിന്നെ ഒരുപാടൊന്നുമില്ല, ഒരു ബിറ്റ് ഫ്രണ്ട്ലി, കുറച്ചൊരു സൗഹൃദമുള്ള ഒരു ട്രെയിൻ ആയിരുന്നു. അപ്പോൾ എന്താ ചോദിക്കുന്നത്, നീ എന്നെ കൊണ്ട് നിന്നെ വലിക്കണമെന്നാണോ നീ ആവശ്യപ്പെടുന്നതെന്നാണ് ചോദിക്കുന്നത്. ദറ്റ് ഈസ് നോട്ട് വാട്ട് ഐ ഡു. ഐ ക്യാരി പീപ്പിൾ. അതല്ല എൻ്റെ ജോലി, ഞാൻ ആളുകളെ കൊണ്ടുപോകലാണ് എൻ്റെ ജോലി. ദേ സിറ്റ് ഇൻ കാർസ് വിത്ത് സോഫ്റ്റ് സീറ്റ്സ്. അവർ മൃദുലമായ സീറ്റുകളിലാണ് അവരിയ്ക്കുന്നത്. സീറ്റുകളുള്ള ബോഗികളിൽ, കാറെന്ന് ഇവർ ഉദ്ദേശിക്കുന്നത് ബോഗിയാണ് കേട്ടോ. മൃദുലമായ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സീറ്റുകളുള്ള ബോഗികളിലാണ് ഇവരിയ്ക്കുന്നത്. അവർ ജനലിലൂടെ പുറത്തേക്ക് നോക്കുന്നു. അവർ നല്ലൊരു ഭക്ഷണപ്പുരയുള്ള ബോഗിയിൽ ഇരുന്നിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. അതുപോലെ തന്നെ നല്ലൊരു കാറിൽ, നല്ലൊരു സ്ലീപ്പിംഗ് കാറിൽ അവർ ഉറങ്ങുന്നുണ്ട്. എന്നോട് ഇങ്ങനെ ചോദിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു ചോദിക്കുന്നത്. ഹൗ ഡയർ യു ആസ്ക് മീ? നിനക്ക് എങ്ങനെ എന്നോട് ഇങ്ങനെ ചോദിക്കാൻ ധൈര്യം വന്നു? ഇത്രയും പറഞ്ഞിട്ട് വേറെ ഒന്നും പറയാതെ എന്താണ് അവർ എഞ്ചിന് അങ്ങോട്ട് പോയി, മുന്നോട്ട് പോയി. ഹൗ സാഡ് വർ ഓൾ ദ ടോയ്സ് ആൻഡ് ഡോൾസ്. പാവകളും കളിപ്പാട്ടങ്ങളൊക്കെ ഭയങ്കര സാഡായി അവർക്ക്. ദ ഷൈനി ന്യൂ എഞ്ചിൻ വാസ് എ ബിറ്റ് ഫ്രണ്ട്ലി ബട്ട് ഹി ഡിഡ് നോട്ട് ഹെൽപ്പ് ദ ലിറ്റിൽ ട്രെയിൻ. വൈ? ഈ ഷൈനി ന്യൂ എഞ്ചിൻ എന്തായിരുന്നു, ഒരു തിളക്കമുള്ള ഒരു പുതിയ എഞ്ചിൻ എന്താണ്, ഫ്രണ്ട്ലി ആയിരുന്നു, കുറച്ച് ഫ്രണ്ട്ലി ആയിരുന്നു. പക്ഷെ അത് ലിറ്റിൽ ട്രെയിനിനെ ഹെൽപ്പ് ചെയ്തില്ല. എന്തുകൊണ്ടാണ്? The shiny new engine did not help the little train because he was designed to carry people in cars and he did not see himself as a helper of toy carrying trains. എന്തായിരുന്നു ഒരു ട്രെയിന് ഷൈനി എൻജിൻ എന്തായിരുന്നു, എങ്ങനെ ഡിസൈൻ ചെയ്തതാണ്? അത് ആളുകളെ ചുമന്നു കൊണ്ടുപോകാൻ, ഇരുത്തിക്കൊണ്ട് പോകാനുള്ള രീതിയിലാണ് അതിൻ്റെ ബോഗികൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഹി ഡിഡ് നോട്ട് സേ ഹിംസെൽഫ് ആസ് എ ഹെൽപ്പർ ഓഫ് ടോയ് കാരിങ് ട്രെയിൻസ്. ഒരു ട്രെയിനിന് എന്താണ് ഒരു ഹെൽപ്പറായിട്ട്, ടോയ്സ് ഒക്കെ ചുമന്നു കൊണ്ടുപോകുന്ന ഒരു ട്രെയിനിനെ സഹായിക്കുന്ന ഒരു ഹെൽപ്പറായിട്ട് സ്വയം കാണാൻ ആ ഒരു ട്രെയിനിന് കാണാൻ സാധിക്കുന്നില്ലായിരുന്നു. അതുകൊണ്ടാണ് ആ ഒരു ലിറ്റിൽ ട്രെയിനിനെ ഷൈനി ന്യൂ എൻജിൻ ഹെൽപ്പ് ചെയ്യാഞ്ഞത്. Then the toy clown called out, "Here comes another engine, a big strong one. Maybe this engine will help us." Again the clown waved the flag. The big strong engine came to a stop.
The toys and dolls called out together. Please help us, big strong engine. Our train is not working, but you can pull us over the mountain. You must help us, or the boys and girls will not have any toy to play with or good food to eat. But the big strong engine did not want to help. I do not pull toys, he said. I pull cars full of heavy load. I pull big trucks. I have no time to help you. And away puffed the big strong engine without a word. എന്താണ് പറയുന്നത്? ആ then the toy clown called out, here comes another engine. അപ്പോൾ എന്താണ്, ആ ഒരു കളിപ്പാട്ട കോമാളി വിളിച്ചു പറഞ്ഞു, ഇതാ മറ്റൊരു എഞ്ചിന് വരുന്നുണ്ട്. എങ്ങനെയുള്ളതാണ്? എ ബിഗ് സ്ട്രോങ് വൺ, അല്ലെ, വലുതും ശക്തമായ ഒന്നാണത്. മേ ബി ദിസ് എൻജിൻ വിൽ ഹെൽപ്പ് അസ്. എന്താണ് ഇപ്പം, ഒരു പക്ഷേ ഈ എൻജിന് നമ്മളെ സഹായിച്ചേക്കാം എന്നാണ് പറയുന്നത്. അഗെയിൻ ദ ക്ലൗൺ വേവ് ഹിസ് ഫ്ലാഗ്. വീണ്ടും ആ കോമാളി തൻ്റെ കൊടി വീശി. ദ ബിഗ് സ്ട്രോങ് എൻജിൻ കെയിം ടു എ സ്റ്റോപ്പ്. ആ ഒരു വലിയ ശക്തനായ എൻജിൻ നിന്നു. ദ ടോയ്സ് ആൻഡ് ഡോൾസ് കോൾഡ് ഔട്ട് ടുഗദർ. കളിപ്പാട്ടങ്ങളും പാവകളും ഒന്നിച്ചു വിളിച്ചു പറഞ്ഞു, പ്ലീസ് ഹെൽപ്പ് അസ്, ബിഗ് സ്ട്രോങ് എൻജിൻ, അവർ ട്രെയിൻ ഈസ് നോട്ട് വർക്കിംഗ്. ദയവായി ഞങ്ങളെ സഹായിക്കൂ, വലിയ ശക്തരായ എൻജിൻ, ഞങ്ങളുടെ തീവണ്ടിക്ക് കേടുപാട് പറ്റി. ബട്ട് യു ക്യാൻ പുൾ അസ് ഓവർ ദ മൗണ്ടൈൻ. പക്ഷേ നിങ്ങൾക്ക് ഞങ്ങളെ മലക്ക് മുകളിലൂടെ വലിച്ചു കൊണ്ടുപോകാനായിട്ട് കഴിയും. യു മസ്റ്റ് ഹെൽപ്പ് അസ്, or the boys and girls will not have any toy to play with or good food to eat. എന്താണ്, നിങ്ങൾ ഞങ്ങളെ സഹായിക്കണം, അല്ലെങ്കിൽ കുട്ടികൾക്ക് കളിക്കാൻ കളിപ്പാട്ടങ്ങളോ അല്ലെങ്കിൽ കഴിക്കാൻ നല്ല ഭക്ഷണമോ കിട്ടില്ല എന്നാണ് പറയുന്നത്. ബട്ട് ദ ബിഗ് സ്ട്രോങ് എൻജിൻ ഡിഡ് നോട്ട് വാണ്ട് ടു ഹെൽപ്പ്. എന്നാൽ വലിയ ശക്തനായ എൻജിനെ സഹായിക്കാൻ ആഗ്രഹിച്ചില്ല. ഐ ഡു നോട്ട് പുൾ ടോയ്സ്. എന്താണ് പറഞ്ഞത്, ഞാൻ കളിപ്പാട്ടങ്ങളെ വലിക്കാറില്ല. ഹി സെയ്ഡ്, അവൻ പറഞ്ഞു. ഐ പുൾ കാർസ് ഫുൾ ഓഫ് ഹെവി ലോഡ്. ഞാൻ ഭാരമുള്ള സാധനങ്ങൾ നിറച്ച ബോഗികളാണ് വലിക്കുന്നത്. ഐ പുൾ ബിഗ് ട്രക്സ്. വലിയ ട്രക്കുകളെ ഞാൻ വലിക്കുന്നു. ഐ ഹാവ് നോ ടൈം ടു ഹെൽപ്പ് യു. എനിക്ക് നിങ്ങളെ സഹായിക്കാൻ സമയമില്ല. ആൻഡ് അവേ പഫ്ഡ് ദ ബിഗ് സ്ട്രോങ് എൻജിൻ വിതൗട്ട് എ വേർഡ്. അത്രയും പറഞ്ഞുകൊണ്ട് എന്താണ്, വലിയ ശക്തനായ എൻജിന് അഹങ്കാരത്തോടെയാണല്ലേ പെരുമാറിയത്. ആ ശക്തനായ എൻജിൻ എന്താണ്, പഫ്ഡ്, ഒരു വലിയൊരു പുക വിട്ടുകൊണ്ട് മുന്നോട്ട് പോയി. ദ ബിഗ് സ്ട്രോങ് എൻജിൻ പഫ്ഡ് അവേ വിതൗട്ട് എ വേർഡ്. വാട്ട് വാസ് ദ റീസൺ? ആ ഒരു എൻജിനാണ് വലിയൊരു പുകയൊക്കെ വിട്ടുകൊണ്ട് ഒരു വാക്കും പറയാതെ പോയി. എന്തായിരിക്കും കാരണം? അങ്ങനെ ആ ഒരു എൻജിന് ചെയ്യാൻ കാരണം, ബിഗ് സ്ട്രോങ് എൻജിൻ അങ്ങനെ ചെയ്യാൻ എന്തായിരിക്കും കാരണം? The big strong engine puffed away without a word because he did not want to help the little train. He says he did not pull toys, only pull cars full of heavy loads and big trucks and has no time to help the little train. എന്താണ്, ഞാൻ ഭാരമുള്ള സാധനങ്ങളൊന്നും വലിക്കുന്ന ഒരു ബോഗിയല്ല, അല്ലേ, സോറി, ഞാൻ ടോയ്സുകളൊന്നും വലിക്കുന്ന ഒരു ബോഗിയല്ല എന്നാണ് പറയുന്നത്. ഞാൻ ഭാരമുള്ള സാധനങ്ങൾ നിറച്ച ബോഗികളാണ് വലിക്കുന്നതെന്നാണ് ആ ഒരു ബിഗ് സ്ട്രോങ് എൻജിന് പറഞ്ഞത്. എനിക്ക് നിന്നെ സഹായിക്കാനുള്ള ഒരു സമയമൊന്നും ഇപ്പോൾ ഇല്ലയെന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ട്രെയിൻ പോവുകയാണ് ചെയ്തത്. ദ ലിറ്റിൽ ട്രെയിൻ വാസ് നോ ലോങ്ങർ ഹാപ്പി. ചെറിയ തീവണ്ടിക്ക് ഇപ്പോൾ സന്തോഷമൊന്നും തോന്നുന്നില്ലായിരുന്നു. ആൻഡ് ദ ഡോൾസ് ആൻഡ് ടോയ്സ് വേർ റെഡി ടു ക്രൈ. പാവകളും കളിപ്പാട്ടങ്ങളൊക്കെ എന്തായി, കരയാൻ തുടങ്ങി. ബട്ട് ദ ക്ലൗൺ കാൾഡ് ഔട്ട്. എന്നാൽ ആ കോമാളി വിളിച്ചു പറഞ്ഞു, എന്താണ്, ലുക്ക് അനദർ എൻജിൻ ഈസ് കമ്മിങ്. നോക്കൂ, മറ്റൊരു എൻജിൻ വരുന്നുണ്ട്. എ ലിറ്റിൽ ബ്ലൂ എൻജിൻ. ഒരു ചെറിയ നീല എൻജിനാണത്. എ വെരി ലിറ്റിൽ വൺ, വളരെ ചെറിയ ഒന്ന്. മേ ബി ദിസ് എൻജിൻ വിൽ ഹെൽപ്പ് അസ്. എന്നാണ് ഒരു പക്ഷേ ഈ എൻജിന് നമ്മളെ സഹായിച്ചേക്കും. ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ വാസ് ഹാപ്പി എൻജിൻ. ആ ഒരു ചെറിയ നീല എൻജിൻ എങ്ങനെയുള്ളതായിരുന്നു? സന്തോഷമുള്ള ഒന്നായിരുന്നു. ഷീ സോ ദ ക്ലൗൺ വേവിങ് ഹിസ് റെഡ് ഫ്ലാഗ് ആൻഡ് സ്റ്റോപ്പ്ഡ് അറ്റ് വൺസ്. കോമാളി തൻ്റെ ചുവപ്പ് കൂടി വീശുന്നത് കണ്ടിട്ട് അത് ഉടൻ തന്നെ നിന്നു. എന്നിട്ട് ചോദിച്ചത്, വാട്ട് ഈസ് ദ മാറ്റർ? എന്താണ് കാര്യം? ഷീ ആസ്ക്ഡ് കൈൻഡ്ലി. അതിങ്ങനെ ദയയോടെ ചോദിച്ചു, അല്ലേ, നല്ല ഒരു സ്വഭാവത്തിൽ ദയവോടുകൂടി ചോദിച്ചു. ഓ ലിറ്റിൽ ബ്ലൂ എൻജിൻ. ഓ, എന്താണ് എൻ്റെ ചെറിയ നീല എൻജിനെ,
cried the dolls and toys. എന്താണ് പാവകളും കളിപ്പാട്ടങ്ങളൊക്കെ ഒന്നിച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, വിൽ യു പുൾ അസ് ഓവർ ദ മൗണ്ടെയിൻ, നിങ്ങൾ ഞങ്ങളെ മലക്ക് മുകളിലൂടെ ഒന്ന് വലിച്ചു കൊണ്ടുപോകാമോ? അവർ എൻജിൻ ഈസ് നോട്ട് വർക്കിംഗ്, ഞങ്ങളുടെ എൻജിന് വർക്ക് ചെയ്യുന്നില്ല. ഇഫ് യു ഡു നോട്ട് ഹെൽപ്പ് ദ ബോയ്സ് ആൻഡ് ഗേൾസ് വിൽ ഹാവ് നോ ടോയ്സ് ഓർ ഗുഡ് ഫുഡ്, നിങ്ങൾ ഞങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ ബോയ്സിനും ഗേൾസിനും എന്താണ് നല്ല ഭക്ഷണമോ ടോയ്സോ ഒന്നും കിട്ടില്ല. ജസ്റ്റ് ഓവർ ദ മൗണ്ടെയിൻ, പ്ലീസ് പ്ലീസ് ഹെൽപ്പ് അസ്. എന്താണ്, ദയവായിട്ട് മലയുടെ അപ്പുറത്തൊന്ന് കൊണ്ടുപോകുക മാത്രമാണ് ചെയ്യേണ്ടത്. പ്ലീസ് പ്ലീസ് ദയവ് ചെയ്തിട്ട് ഞങ്ങളെ ഒന്ന് ഹെൽപ്പ് ചെയ്യുമെന്നാണ് പറയുന്നത്. വിൽ ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ ഹെൽപ്പ് ദ ലിറ്റിൽ ട്രെയിൻ, ആ ഒരു ബ്ലൂ ലിറ്റിൽ എൻജിന് ആ ഒരു ലിറ്റിൽ ട്രെയിനിനെ ഹെൽപ്പ് ചെയ്യോ? അതുപോലെ തന്നെ വാട്ട് വുഡ് ഹാപ്പൻ ഇഫ് ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ ഡിഡ് നോട്ട് ഹെൽപ്പ് ദ ലിറ്റിൽ ട്രെയിൻ, എന്താണ് ഈ ഒരു ബ്ലൂ എൻജിന്, ഇനി ഒരു ബ്ലൂ എൻജിന് കൂടി ഇവരെ ഹെൽപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. എന്തായിരിക്കും? ഇഫ് ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ ഡിഡ് നോട്ട് ഹെൽപ്പ് ദ ലിറ്റിൽ ട്രെയിൻ, the boys and girls on the other side of the mountain would not have any toys or good food. ഒരു ലിറ്റിൽ ബ്ലൂ എൻജിൻ കൂടി ഹെൽപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ മൗണ്ടൈൻ്റെ മറ്റേ സൈഡിലുള്ള ഒരു പെൺകുട്ടികളും ആൺകുട്ടികളും എന്താണ് ടോയ്സുകളും ഫുഡൊന്നും കിട്ടാതെ അവർക്ക് ഫുഡും ടോയ്സും ഒന്നും കിട്ടില്ല. Oh my dears, said the little blue engine, I'm not very big and I do not pull trains. I just work the yards. I have never been over the mountain. But we must get there before the children wake up, said the toys and dolls. Please. The little blue engine looked at the dolls and toys. She could see that they were not happy. She thought about the children on the other side of the mountain. Without toys or good food, they would not be happy either. The little blue engine pulled up closer. She took hold of the little train. The toys and dolls climbed back into their cars. എന്താ പറയുന്നത്? ഓ മൈ ഡിയേഴ്സ്, said the little blue engine. ഓ എൻ്റെ പ്രിയപ്പെട്ടവരെ, ചെറിയ നീല എൻജിൻ പറഞ്ഞു. എന്താ പറഞ്ഞത്? ഐ എം നോട്ട് വെരി ബിഗ് ആൻഡ് ഐ ഡു നോട്ട് പുൾ ട്രെയിൻസ്, ഞാൻ അത്ര വലുതല്ല, ഞാൻ തീവണ്ടികളെ വലിക്കാറില്ല. ഐ ജസ്റ്റ് വർക്ക് ഇൻ ദ യാർഡ്സ്, ഐ ഹാവ് നെവർ ബീൻ ഓവർ ദ മൗണ്ടെയിൻ, ഞാൻ യാർഡുകളിൽ, അതായത് തീവണ്ടി നിർത്തിയിടുന്ന സ്ഥലത്ത് മാത്രമാണ് ജോലി ചെയ്യുന്നത്, ഞാൻ ഇതുവരെ മലക്ക് മുകളിലൂടെ പോയിട്ടില്ല, മൗണ്ടൈന്റെ മുകളിലൂടെ പോയിട്ടില്ല. ബട്ട് വി മസ്റ്റ് ഗെറ്റ് ദർ ബിഫോർ ദ ചിൽഡ്രൻ വേക്ക് അപ്പ്, സെയ്ഡ് ദ ടോയ്സ് ആൻഡ് ഡോൾസ് പ്ലീസ്. പക്ഷെ കുട്ടികൾ ഉണരുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് അവിടെ എത്തണം. ആരാ പറയുന്നത്? കളിപ്പാട്ടങ്ങളും പാവകളും പറഞ്ഞു പ്ലീസ് എന്ന് പറയാണ്. കുട്ടികൾ ഉണരുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് അവിടെ എത്തണം. The little blue engine looked at the dolls and toys. She could see that they were not happy. ചെറിയ ആ ഒരു നീല എഞ്ചിന് പാവകളെയും കളിപ്പാട്ടങ്ങളെയും നോക്കി അവർക്ക് സന്തോഷമില്ലെന്ന് അതിന് മനസ്സിലായി. She thought about the children on other side of the mountain. മലയുടെ അപ്പുറത്തുള്ള കുട്ടികളെ കുറിച്ചും അത് ചിന്തിച്ചു. എന്താണ്? വിത്തൗട്ട് ടോയ്സ് ഓർ ഗുഡ് ഫുഡ് ദേ വുഡ് നോട്ട് ബി ഹാപ്പി either. കളിപ്പാട്ടങ്ങളും നല്ല ഭക്ഷണം ഒന്നും ഇല്ലാതെ അവർക്കും സന്തോഷം ഉണ്ടാവില്ല. The little blue engine pulled up closer. ചെറിയ നീല എഞ്ചിന് അടുത്തേക്ക് വന്നു. She took hold of the little train. എന്നിട്ട് അതെന്താ? അത് ചെറിയ തീവണ്ടിയെ ചേർത്ത് പിടിച്ചു. The little blue The toys and dolls climbed back into their cars. കളിപ്പാട്ടങ്ങളും പാവകളും അവരവരുടെ ബോഗികളിലേക്ക് തിരികെ കയറി. അപ്പോ ആ ഒരു ബ്ലൂ എഞ്ചിൻ എന്താണ്? അവരുടെ ഒരു പാവം തോന്നിയിട്ട് ഹെൽപ്പ് ചെയ്യാൻ തീരുമാനിക്കുകയാണ് അല്ലേ? നോക്കൂ, ഹൗ ഡസ് ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ ഡിഫർ ഫ്രം ദ അതർ എൻജിൻസ്? എങ്ങനെയാണ് മറ്റുള്ള എൻജിൻസ്, മറ്റുള്ള ആ ഒരു തീവണ്ടികളിൽ നിന്ന് ഈ ഒരു ലിറ്റിൽ ബ്ലൂ എൻജിൻ വ്യത്യസ്തമായിട്ടുള്ളതെന്ന് ചോദിക്കുകയാണ്. എങ്ങനെയാണ്? The little blue engine differed from the other engines. It was not very big and did not pull trains, and it just worked in the yards and never been over the mountain. എങ്ങനെയാണ് ഇത്? മറ്റുള്ള തീവണ്ടികളെ അപേക്ഷിച്ച് എന്താണ്? വലുതല്ല അല്ലെ, ചെറുതാണ്. അതുപോലെ ഇതിന് ട്രെയിനുകളെ വലിക്കാൻ കഴിയില്ല. ഇതിന്റെ ജോലി എന്താണ്? തീവണ്ടികൾ നിർത്തിയിട്ടുള്ള ആ യാർഡിൽ മാത്രമാണ് ഇത് ജോലി ചെയ്യുന്നത്. ഇതിന് മലയുടെ മുകളിലേക്കൊന്നും കയറാൻ കഴിയില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ക്വാളിറ്റീസ് that you find the little blue engine? എന്ത് ക്വാളിറ്റീസ് ആണ് നിങ്ങൾ ഈ ലിറ്റിൽ ബ്ലൂ എൻജിനിൽ കണ്ടത്? എന്തെല്ലാം ക്വാളിറ്റീസ് ആണ്? The little blue engine has qualities such as compassion, empathy, determination, kindness and positivity. അതായത് ലിറ്റിൽ ബ്ലൂ എൻജിന് കമ്പാഷൻ, അനുകമ്പ, അതുപോലെ തന്നെ എമ്പതി, സഹാനുഭൂതി,
ഡിറ്റർമിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദൃഢനിശ്ചയം, പിന്നെയോ കൈൻഡ്നെസ് ആൻഡ് പോസിറ്റിവിറ്റി അല്ലെ? ദയയും പോസിറ്റിവിറ്റി തുടങ്ങിയ ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ട്. At last, the little blue engine said, I think I can climb up the mountain. I think I can. I think I can. Then the little blue engine began to pull. She tugged and she pulled. She pulled and she tugged. I think I can. I think I can. She said slowly. Slowly, the train started to move. The dolls and toys began to smile and clap. Up the mountain went the little blue engine, and all the time she kept saying, I think I can, I think I can, I think I can. Up, up, up. The little engine climbed and climbed. എന്താ പറയുന്നത്? At last the little blue engine said, അവസാനം എന്താണ്? ആ ചെറിയ നീല എഞ്ചിൻ എന്ത് പറഞ്ഞു? I think I can climb up the mountain. എനിക്ക് ഈ മല കയറാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നു. I think I can. I think I can. എനിക്ക് കഴിയുമെന്ന് കരുതുന്നു. എനിക്ക് കഴിയുമെന്ന് കരുതുന്നു. എങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലെ? Then the little blue engine began to pull. പിന്നീട് എന്താണ്? ആ ചെറിയ നീല എഞ്ചിൻ വലിക്കാൻ തുടങ്ങി. എങ്ങനെ? She tugged and she pulled. ശക്തിയായി വലിച്ചു. She pulled and she tugged. അത് വീണ്ടും ശക്തിയായി വലിച്ചു. I think I can. I think I can. എനിക്ക് കഴിയുമെന്ന് ഞാൻ കരുതുന്നു. എനിക്ക് കഴിയുമെന്ന് ഞാൻ കരുതുന്നു. She said. അവൾ പറഞ്ഞു. Slowly, slowly the train started to move. എന്താണ്? അത് സാവധാനം ഇങ്ങനെ പതുക്കെ പതുക്കെ തീവണ്ടി നീങ്ങാൻ തുടങ്ങി. The dolls and toys began to smile and clap. പാവകളും കളിപ്പാട്ടങ്ങളും എന്താണ്? ചിരിക്കാനും കൈയടിക്കാനും തുടങ്ങി. Up the mountain went the little blue engine. ചെറിയ നീല എഞ്ചിൻ മല കയറി മുന്നോട്ട് പോയി. And all the time she kept saying, അവള് എന്താണ്? എല്ലാ സമയത്തും അത് പറഞ്ഞുകൊണ്ടിരുന്നു. എന്താ പറയുന്നത്? I think I can. I think I can. I think I can. എനിക്ക് കഴിയുമെന്ന് ഞാൻ കരുതുന്നു. എനിക്ക് കഴിയുമെന്ന് ഞാൻ കരുതുന്നു. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. Up, up, up. The little engine climbed and climbed. ചെറിയ എഞ്ചിനെ അങ്ങനെ കയറിക്കൊണ്ടേയിരുന്നു. അങ്ങനെ എന്ത് ചെയ്തു? മുകളിലേക്ക് അങ്ങനെ കയറിക്കൊണ്ടേയിരുന്നു. ഈ ഒരു ഭാഗത്ത് എന്താണ്? ആ ഒരു ബ്ലൂ എഞ്ചിന്റെ ഒരു കോൺഫിഡൻസിനല്ലേ കാണിക്കുന്നത്? അതിന്റെ ഹാർഡ് വർക്കിനെയൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത്. അതിന്റെ എന്താ പറയുക? എനിക്ക് കഴിയും എന്നങ്ങനെ അത് മനസ്സിൽ കരുതുകയാണ് അല്ലേ? എല്ലാവരും പരാജയപ്പെട്ടപ്പോൾ ഈ ഒരു ചെറിയ എഞ്ചിനാണ് എന്താണ് ഇവരെ ഹെൽപ്പ് ചെയ്യാനുണ്ടായിരുന്നത്. ക്വസ്റ്റ്യൻ നോക്കൂ. Why did the dolls and toys start smiling and clapping? എന്തുകൊണ്ടാണ് ആ ഒരു ഡോൾസും ടോയ്സ് ഒക്കെ ചിരിക്കാനും കൈയടിക്കാനും തുടങ്ങിയത്? എന്തുകൊണ്ടാണ്? The dolls and toys started smiling and clapping because they were filled with hope and joy as the little blue engine began to pull the little train. എന്താണ്? ഡോൾസും ടോയ്സ് ഒക്കെ ചിരിക്കാൻ തുടങ്ങി. എന്ത് ചെയ്തപ്പോൾ ആ ഒരു എന്താണ് അവരുടെ ഉള്ളില് ഭയങ്കര സന്തോഷം ഉണ്ടായി അല്ലെ? ലിറ്റിൽ ബ്ലൂ എഞ്ചിൻ, ഒരു ബ്ലൂ എഞ്ചിന് നമ്മുടെ ലിറ്റിൽ ട്രെയിനിനെ എന്ത് ചെയ്തു? വലിക്കാൻ തുടങ്ങിയപ്പോൾ, അങ്ങനെ അവരെ ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എന്താണ്? ആ ഒരു ടോയ്സിന്റെയും ഡോളിന്റെ ഒക്കെ ഉള്ളില് സന്തോഷവും അതുപോലെ തന്നെ എന്താ പറയാ ഒരു പ്രതീക്ഷയൊക്കെ ഉണ്ടായി. അതുകൊണ്ടാണ് അവര് ചിരിക്കാനും കൈയടിക്കാനും തുടങ്ങിയത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. Why does the little blue engine say, I think I can? എന്തുകൊണ്ടാണ് ആ ഒരു ലിറ്റിൽ ബ്ലൂ എഞ്ചിൻ I think I can, എനിക്ക് കഴിയും എന്ന് ചെയ്യാൻ കഴിയും എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്തുകൊണ്ടായിരിക്കും? The little blue engine says, I think I can, to express her determination and belief in her ability to overcome the challenge of pulling the little train over the mountain. എന്തുകൊണ്ടാണ് ആ ഒരു മലക്ക് മുകളിലൂടെ ലിറ്റിൽ ട്രെയിൻ വലിക്കാനുള്ള ആ ഒരു വെല്ലുവിളിയെ മറികടക്കാനുള്ള അവളുടെ കഴിവിലുള്ള ആ ഒരു ദൃഢനിശ്ചയവും വിശ്വാസവും പ്രകടിപ്പിക്കാനാണ് ലിറ്റിൽ ബ്ലൂ എഞ്ചിൻ എപ്പോഴും അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെ? എനിക്ക് കഴിയും, I think I can എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. At last she reached the top of the mountain. അങ്ങനെ അവസാനം എന്ത് ചെയ്തു? അവൾ മലയുടെ മുകളിലെത്തി. Down below lay the city. താഴെ എന്താണ്? താഴെയായിട്ട് ഇങ്ങനെ ആ ഒരു ടൗൺ അല്ലെ, ആ ഒരു സിറ്റി നഗരം കാണാമായിരുന്നു. ഹുറേ ഹുറേ cried the dolls and animals. അവരെന്താണ്? പാവകളും മൃഗങ്ങളും സന്തോഷിച്ചിട്ട് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു.
The boys and girls will be so happy, all because you helped us, the little blue engine, said the toy clown. എന്താ അവർ പറഞ്ഞത്? കുട്ടികൾക്ക് വലിയ സന്തോഷമാകും, അതൊക്കെ ചെറിയ നീല എഞ്ചിൻ ഞങ്ങളെ സഹായിച്ചത് കൊണ്ടാണ്. ആ ഒരു ക്ലൗൺ അല്ലെ, കളിപ്പാട്ട കോമാളി പറഞ്ഞു. The little blue engine just smiled. ചെറിയ നീല എഞ്ചിൻ പുഞ്ചിരിക്കുക മാത്രം ചെയ്തു. But as she puffed down the mountain, എന്താണ്, പക്ഷെ മലയേറുമ്പോൾ ആ ചെറിയ നീല എഞ്ചിൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതായി തോന്നി. എന്താണ്? ദ ലിറ്റിൽ ബ്ലൂ എഞ്ചിൻ seemed to say, ഇങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കുന്നതായിട്ട് തോന്നി. I thought I could, I thought I could, I thought I could. എനിക്ക് കഴിയുമെന്ന് ഞാൻ കരുതി, എനിക്ക് കഴിയുമെന്ന് ഞാൻ കരുതി, എനിക്ക് കഴിയുമെന്ന് ഞാൻ കരുതി എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താണ്? അപ്പോൾ ദൃഢനിശ്ചയത്തിന്റെയും കഠിനാധ്വാനത്തിന്റെയും ഫലമായിട്ട് എന്താണ് ഈ ചെറിയ നീല എഞ്ചിന്, ഒരു ബ്ലൂ എഞ്ചിന് വിജയിക്കുകയാണ് അല്ലെ. അതിങ്ങനെ മല കയറുമ്പോൾ എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത്? ഐ തിങ്ക് ഐ ക്യാൻ എന്നിങ്ങനെ സ്വയം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ വിജയിച്ചു കഴിഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? ഐ തോട്ട് ഐ കോഡ്, എനിക്ക് കഴിയുമെന്ന് ഞാൻ കരുതി, കഴിയുമെന്ന് ഞാൻ കരുതി എന്നിങ്ങനെ പറയുന്നു. അത് അതിന്റെ ആ ഒരു ആത്മവിശ്വാസത്തെയാണല്ലോ ഇവിടെ കാണിക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ, നമുക്ക് ആത്മവിശ്വാസം ഉണ്ടായാൽ എന്താണ് എല്ലാ കാര്യത്തിലും നമുക്ക് വിജയിക്കാം എന്നും കൂടിയാണ് അല്ലെ ഇവിടെ കാണിക്കുന്നത് ഈ കഥയിലൂടെ. നോക്കൂ, ക്വസ്റ്റ്യൻ നോക്കൂ. വിച്ച് ക്യാരക്ടർ ഇൻ ദി സ്റ്റോറി ഡു യു ലൈക്ക് ദ മോസ്റ്റ്? വൈ? ഈ ഒരു കഥയിൽ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റോറിയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ഏതാണ്, എന്തുകൊണ്ടാണ്? അതുപോലെ തന്നെ സജസ്റ്റ് അനദർ ടൈറ്റിൽ ഓഫ് ദ സ്റ്റോറി. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ടൈറ്റിൽ ഇതിന് കൊടുക്കുക എന്നാണ് പറയുന്നത്. അപ്പൊ ഏത് ക്യാരക്ടറാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് നിങ്ങൾ എഴുതാം. ഫോർ എക്സാമ്പിൾ, the character I like the most in this story is the little blue engine. ഏതാണ് എനിക്ക് ഇഷ്ടമായത്? എന്ന ലിറ്റിൽ ബ്ലൂ എഞ്ചിനെയാണ്, ഒരു നീല എഞ്ചിനാണ്. ബിക്കോസ് ഓഫ് ഇറ്റ്സ് കൈൻഡ്നെസ്, അതിന്റെ ഒരു ദയ, കാരണം അതിന്റെ ദയ, കമ്പാഷൻ ആൻഡ് ഡിറ്റർമിനേഷൻ ടു ഹെൽപ്പ് ദ ലിറ്റിൽ ട്രെയിൻ. അതിന്റെ അനുകമ്പയും ദയ, അതുപോലെ തന്നെ എന്താണ് ദൃഢനിശ്ചയം, ഇതെല്ലാം ആ ഒരു ട്രെയിനിനെ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു അതിന്റെ ഒരു എന്താ പറയാ ഒരു കൈൻഡ്നെസ് അല്ലെ, അതിന്റെ ഒരു ദയ, അതൊക്കെയാണ് ഈ ഒരു ക്യാരക്ടറിൽ എനിക്ക്, ഈ ഒരു സ്റ്റോറിയിൽ എനിക്ക് ഇഷ്ടമായി എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ഒരു ലിറ്റിൽ എഞ്ചിന്റെ ഒരു സ്റ്റോറി മക്കൾക്ക് ഇഷ്ടമായോ? നല്ലൊരു കഥയാണ് അല്ലേ, നല്ലൊരു മെസ്സേജാണ് നമുക്ക് ഇതിലൂടെ കിട്ടുന്നത്. അപ്പൊ എല്ലാവരും പാഠഭാഗം നന്നായിട്ട് വായിച്ചു നോക്കട്ടെ, അതിൽ സൈഡായിട്ട് കൊടുത്തുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായിട്ട് പഠിക്കുക. അപ്പൊ ഇത്രയാണ് ഒരു പാഠഭാഗത്ത് വരുന്ന അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യണം. അപ്പൊ ഇന്ന് എടുത്തിട്ടുള്ള ക്ലാസ് മക്കൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു, മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ എന്ന് പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് നിങ്ങൾ അറിയിക്കുക കേട്ടോ. അതുപോലെ തന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന മക്കൾ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട കേട്ടോ മക്കളെ. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ അടുത്ത ഭാഗമായിട്ട് കാണാം. എല്ലാ മക്കൾക്കും ഓൾ ദി ബെസ്റ്റ്. ഗുഡ് ബൈ.